ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും ഹോം ഡയറീസ് ബൈ അഞ്ജലിയിലേക്ക് സ്വാഗതം. ന്യൂ ഇയർ ഒക്കെ എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മളൊരു പുതിയൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കൂൺ കൊണ്ടുണ്ടാക്കുന്ന ഒരു വടയുടെ റെസിപ്പിയാണ്. മഷ്റൂം വട, അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വട ഉണ്ടാക്കാനായിട്ട് മഷ്റൂമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതിനായിട്ട് ഞാൻ ബട്ടർ മഷ്റൂംസ് ആണ് എടുത്തിരിക്കുന്നത്. ബട്ടർ മഷ്റൂംസ് എനിക്ക് കിട്ടിയത് കുറച്ച് വലുതാണ്. ഇതിലും വളരെ ചെറുതായിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറുത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൻ്റെ ആ സ്റ്റോക്ക് നമ്മൾ ഇളക്കി മാറ്റുവാണ്. അതിൻ്റെ ആ തണ്ട് പോലെ ഇരിക്കുന്ന ഭാഗം അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയാൽ നമുക്കൊരു വെല്ല് പോലെ കിട്ടും. അതിനകത്തൊരു ചെറിയൊരു കുഴി പോലെ കിട്ടും. അപ്പം അതിനകത്തുള്ള ചെറിയ പാർട്സ് നമുക്ക് ഇളക്കി മാറ്റണം. അതിനകത്ത് നമുക്കൊരു ഫില്ലിങ് വെക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ റെഡിയാക്കി വെക്കുന്നത്. അതുപോലെ എല്ലാ മഷ്റൂംസും റെഡിയാക്കി വെക്കുക. അതിൻ്റെ ആ തണ്ട് നമ്മൾ ഇളക്കി മാറ്റിയിരിക്കുന്നത് അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും വേറൊരു ഡിഷിൽ മാറ്റി വെക്കുക. അത് നമുക്ക് വേണ്ടതാണ്. വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചാൽ മതി. ഞാനൊരു 4 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പാണ്. 1 കപ്പ് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമോളം ഉഴുന്നുപരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് ഇനി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വടക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. തീരെ അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഒരു ശകലം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. വടക്ക് കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ അത് അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കുക. അപ്പം നമ്മൾ ഉഴുന്ന് ആദ്യം അരച്ചു വെച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഇതൊന്ന് അവസാനം എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ മഷ്റൂമിൻ്റെ ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കാശ്മീരി റെഡ് ചില്ലി, ഹോൾ കാശ്മീരി റെഡ് ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എരിവ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വഴറ്റി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 10 ചെറിയ ഉള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ഉപ്പും കൂടെ ചേർത്ത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അധികം അങ്ങ് മൂത്ത് പോകണ്ട. അപ്പോൾ അതേ കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2 പൾസ് കൊടുത്താൽ മതിയാവും. ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നീട് ആ പാനിൽ തന്നെ കുറച്ചുകൂടെ ഒരു 1/2 ടീസ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ തണ്ടുണ്ടല്ലോ, ആ സ്റ്റോക്ക് ഭാഗം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. ഒരു 2 മിനിറ്റോളം മതിയാവും. അപ്പോഴത്തേക്കും തന്നെ വഴന്ന് കിട്ടും. ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവർ കിട്ടുന്നതിനാണ്. ജീരകപ്പൊടി ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത ആ മഷ്റൂമിൻ്റെ സ്റ്റോക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെ ചതച്ച് ആ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മഷ്റൂമിൻ്റെ അകത്ത് വെക്കേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വറുക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചധികം എണ്ണ തന്നെ വേണം. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂമിനെ അകത്തേക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മാവ് അരച്ചു വെച്ചിരിക്കുന്ന മാവിൽ ഒന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ പാകത്തിന് ചൂടായി കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഈ വട ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പം അതിനായിട്ട് ആദ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ആ കറക്റ്റ് പാകത്തിനാക്കുക. എന്നിട്ട് ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെക്കണം. മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെക്കണം. എന്നാലേ അകത്തൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. മഷ്റൂമൊക്കെ നന്നായിട്ട് വേകണമല്ലോ. ചെറിയ ബട്ടർ മഷ്റൂംസ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്കന്ന് കിട്ടിയത് വലിയ മഷ്റൂമാണ്, അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അത് വെന്ത് കിട്ടാനായിട്ടൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ മഷ്റൂമിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. എനിക്കാണെങ്കിൽ മഷ്റൂമിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്കത് കുറച്ച് ആ മഷ്റൂമിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞു മഷ്റൂം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടോ, ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അത് നന്നായിട്ട് മൊരിച്ചെടുക്കുക. പിന്നെ ശ്രദ്ധിക്കണം, ഈ കൂണിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ എണ്ണ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് മാറി നിന്ന് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കത് പൊരിച്ചു കൊടുക്കാം. ഇവിടെ ഏകദേശം നമ്മുടെ മഷ്റൂം വട റെഡിയായി കഴിഞ്ഞു. നമ്മൾ സാധാരണ കഴിക്കുന്ന വടയിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണിത്. മഷ്റൂമിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അതിനകത്ത് നമ്മളൊരു സ്പെഷ്യൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞങ്ങളിതൊരു സ്പൈസി ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.